കുറേ നാളുകൾക്ക് ശേഷം ഒരു ഹർത്താലിൻ്റെ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഓഫീസിലേക്ക് വന്നതുപോലെ. ഒരു ആൽക്കഹോളിക് വെതറും ഉണ്ട്. ആൽക്കഹോളിക് വെതർ ഉണ്ട്, പക്ഷേ സാധനം കിട്ടൂല, അത് വേറെ കാര്യം. പൊതുപണി മുടക്കാണ്. 24 മണിക്കൂർ രാജ്യമെമ്പാടും പൊതുപണി മുടക്ക് ഇടതുപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്തു. പൊതുവെ കേരളത്തിലെ സാഹചര്യത്തിൽ അതൊരു ഹർത്താലിൻ്റെ പ്രതീതിയാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാക്കുന്നത്. ആളുകൾക്ക് അതൊരു നല്ല സുഖമുള്ള ദിവസമായിരിക്കും. കാരണം പണിക്കൊന്നും പോകണ്ട, ആർക്കും എവിടെയും പോകണ്ടാത്തതുകൊണ്ട് എല്ലാവരും അന്നത്തെ ദിവസം വീട്ടിലുണ്ടാവും. തലേ ദിവസം കുറച്ച് ചിക്കനൊക്കെ മേടിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി അടിച്ച് വീട്ടിലിരിക്കാം എന്നുള്ളത്. നാളെ വീണ്ടും സ്വാഭാവികമായിട്ടും ഒരു മാറ്റവുമില്ലാതെ നമ്മളെല്ലാവരും ജോലിക്ക് പോകും. അതേ അന്തരീക്ഷത്തിലേക്ക് ആളുകൾ ഇറങ്ങും. ഈ പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ച സംഘടനകൾക്കും അത് നടത്തിക്കൊണ്ടു പോകുന്നവരുടെ പോഷക സംഘടനകൾക്കും അല്ലാതെ എന്തെങ്കിലും ഒരു ഗുണം ഈ പൊതുപണിമുടക്ക് കൊണ്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഈ പണിമുടക്ക് വന്നത് ഒരു വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. കാര്യം ഒരു ദിവസം കൂടി അവധി കിട്ടി, എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ പോയിട്ട് വരാം. നേരത്തെ പറഞ്ഞതുപോലെ ജവാനോ ചിക്കനോ ഒക്കെ മേടിച്ച് വീട്ടിലിരുന്ന് ആസ്വദിക്കുന്നവർക്ക് അതും ആകാം. ഒരു വാട്സപ്പിൽ പ്രചരണം നടത്തിയതുകൊണ്ട് മാത്രം ഹർത്താൽ നടന്ന, അല്ലെങ്കിൽ ആ ഹർത്താലിനെ വിജയിപ്പിച്ചു കൊടുത്ത നാടാണ് കേരളം. ഇപ്പോൾ ദേശീയ പണിമുടക്ക് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ദേശീയ പണിമുടക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ കേരളത്തിലേക്ക് വരണം. ഈ കേരളത്തിന് വെളിയിലുള്ള അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പണിമുടക്ക് എന്താണെന്ന് പോലും അവിടെ ഉള്ളവർക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ബഹുഭൂരിപക്ഷ ആളുകളും ഈ പണിമുടക്കിൻ്റെ ഭാഗമാകുന്നില്ല ആ സ്ഥലങ്ങളിൽ. പക്ഷേ കേരളത്തിൽ നേരെ തിരിച്ചാണ്. ഇവിടെ KSRTCയുടെ കാര്യം തന്നെ എടുക്കാം. അവിടെ മന്ത്രി പറയുന്നു ഇല്ല, ബസ്സുകൾ ഓടും, സർവീസുകൾ നടത്തും. പക്ഷേ മന്ത്രിയെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് യൂണിയൻകാരാണ് പറയുന്നത്, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞങ്ങൾ ജോലിക്ക് വരില്ല, ഇന്ന് ബസ്സുകൾ ഓടില്ല. KSRTCയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. അതിൽ ഡീസൽ അടിക്കുന്നത് തന്നെ സർക്കാർ കൊടുത്തിട്ടാണ്, കാശ് കൊടുത്തിട്ടാണ് ഡീസൽ അടിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന കേരളം പോലൊരു സംസ്ഥാനം ഇവിടെ ശമ്പളം കൊടുക്കുന്നത് പോലും വായ്പ എടുത്തിട്ടാണ്. അത് വാസ്തവമാണ്. ഇവിടെ ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുന്നതാണ്. ട്രോളാണെങ്കിലും വാസ്തവം അത് തന്നെയാണ്. ഇവിടെ ട്രഷറി ബില്ലുകൾ ഇപ്പോൾ ലോട്ടറി അടിച്ചതടക്കം സർക്കാർ ഖജനാവിലേക്ക് നിക്ഷേപിക്കുമെന്ന് വിളംബരം ചെയ്യേണ്ട അവസ്ഥയിലാണ് നമ്മളുള്ളത്. ഈ കിഫ്ബി പോലെയുള്ള വായ്പകൾ എടുത്തു കൂട്ടിയിട്ടാണ് ഇവിടെ ദൈനംദിന കാര്യങ്ങൾ പോലും നടക്കുന്നത് തന്നെ. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരു പണിമുടക്ക്, അത് നമ്മൾ ആഘോഷമായി നടത്തുന്ന പണിമുടക്ക്, ഒരു പൊതുവികാരത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഹർത്താൽ പോലെ അല്ല പണിമുടക്ക്. മുൻകൂട്ടി പറഞ്ഞ് തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. രസകരമായ സാഹചര്യം എന്തെന്നാൽ ഈ പണിമുടക്കിന് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പിന്നീട് നടപ്പിലായ ചരിത്രമില്ല. ഏതാണ്ട് ഈ ആണ്ട് നേർച്ച പോലെ നടത്തിപ്പെടുന്ന ഒരു ഏർപ്പാടായി മാറിയിട്ടുണ്ട് ഈ ദേശീയ പണിമുടക്ക്. ഈ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു പഴകിയ ആവശ്യങ്ങൾ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആ ആവശ്യങ്ങൾക്ക് എന്തൊക്കെ നേടിയെടുത്തു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. എന്നാൽ ഈ പണിമുടക്കിൽ പുതിയതായിട്ടൊരു ആവശ്യം വന്നിട്ടുണ്ട്. അതായത് ഈ പെൻഷൻ, പുതിയ പെൻഷൻ പദ്ധതി വന്നിട്ടുണ്ട്. അത് വേണ്ട, അത് മാറ്റിയിട്ട് പഴയ പെൻഷൻ പദ്ധതി തന്നെ മതി. പിന്നെ 4 ലേബർ കോഡുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ആ ലേബർ കോഡുകളൊക്കെ ഉപേക്ഷിക്കണം. കാര്യം ആ ലേബർ കോഡുകളൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ ട്രേഡ് യൂണിയനുകൾക്ക് ഇടപെടാൻ ഒക്കില്ല, തൊഴിൽ ഇടങ്ങളിൽ അധികം ഇടപെടാൻ ഒക്കില്ല. അപ്പോൾ അതിനൊക്കെ എതിരായിട്ടാണ് ഈ സമരം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായ, അതായത് 25 കോടി തൊഴിലാളികൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഈ തൊഴിലാളി യൂണിയനുകളുടെ അവകാശവാദം. ഏതാണ്ട് 10ഓളം ട്രേഡ് യൂണിയനുകൾ, ബഹുഭൂരിപക്ഷം ഇടതുപക്ഷ അനുഭവമുള്ള അല്ലെങ്കിൽ CITU അതേപോലെയുള്ള സംഘടനകൾ ആണ് ഈ ട്രേഡ് യൂണിയനിൽ ഈ പറയുന്ന പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. BMS ഒരു ഭരണകക്ഷി ആയതുകൊണ്ട് പങ്കെടുക്കുന്നില്ല. എന്നാൽ UPA അധികാരത്തിലുള്ള കാലത്ത് BMSഉം ഈ ആചാരത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ ആണ്ട് നേർച്ച എന്ന് പറയുന്നു. അതായത് ഏതാണ്ട് 20 വർഷമായിട്ട് ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഈ പണിമുടക്ക് നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ, ഒരേ കാര്യങ്ങൾ തന്നെയാണെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്നു, അതൊന്നും നടപ്പിലാകാറില്ല. അത് ഏതൊക്കെ നടപ്പിലായെന്നുള്ളത് ചോദിച്ചാൽ ഉത്തരവില്ല. കുറേയൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഏതാണ്ട് ഇത്രയും വലിയ 25 കോടി തൊഴിലാളികൾ പങ്കെടുക്കുന്ന ഒരു പണിമുടക്ക് നടത്തിയിട്ടും അതുകൊണ്ട് എന്ത് ഫലമുണ്ടായെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം, ഇതാണ് ആ രേഖ എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അതായത് ഈ പറയുന്നത് പോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്ര സർക്കാർ ഈ ട്രേഡ് യൂണിയനുകളെ വിളിച്ചൊരു ചർച്ച പോലും നടത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ്, കണ്ടില്ല എന്ന് വെക്കുകയാണ്. കാര്യം ഇവർ നടത്തിക്കോട്ടെ, പണിമുടക്ക് നടത്തിക്കോട്ടെ, വർഷാവർഷം ഒരു ആചാരം പോലെ നടക്കുന്നു, മൈൻഡ് ചെയ്യുന്നേ ഇല്ല. BMS എന്ന് പറയുന്നത്, അതായത് ഈ ട്രേഡ് യൂണിയനുകൾ എന്ന് പറയുന്നത് വലിയൊരു കൂട്ടായ്മയാണ്. അതിൽ BMS
മാറി നിൽക്കുന്നത് മാത്രമല്ല ചില യൂണിയനുകളെ ഇതിൽ നിന്ന് ഈ കൂട്ടായ്മയിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല വാസ്തവത്തിൽ. അതായത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറം തൊഴിലാളി വർഗ സ്നേഹം, തൊഴിലാളികളുടെ താല്പര്യം അത് മുൻനിർത്തിയാണ് ഈ കൂട്ടായ്മ ഉണ്ടാകുന്നത്. അതിൽ നിന്ന് BMS കുറേ പേര് അടർത്തിക്കൊണ്ടുപോയി അവർ വേറൊരു കൺസോർഷ്യം ഉണ്ടാക്കി. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 17 ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചേക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും സ്വകാര്യവൽക്കരണം വേണ്ട, സ്വകാര്യവൽക്കരണത്തിനെതിരാണ്. ഈ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം, പ്രൈവറ്റൈസേഷൻ. ഈ നമ്മുടെ BSNL തന്നെ ഉദാഹരണം എടുക്കാം. BSNL പൊതുമേഖലയിൽ നിന്നപ്പോഴും അതിന് ശേഷമുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണം. പിന്നെ വ്യവസായ സൗഹൃദ നയം വേണം. അപ്പോൾ വ്യവസായ സൗഹൃദ നയത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ തർക്കം. കാര്യം വ്യവസായ സൗഹൃദ നയത്തിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഈ പറയുന്ന ലേബർ കോഡുകൾ നടപ്പിലാക്കുമ്പോൾ ഈ പറയുന്ന തൊഴിലാളി യൂണിയനുകളിൽ അതിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ വാദം. പിന്നെ ഈ പറയുന്ന യൂണിയനുകൾ പറയുന്നത് കേന്ദ്ര നയങ്ങൾ തൊഴിലാളി വിരുദ്ധമാണ്, കർഷക വിരുദ്ധമാണ്, ദേശവിരുദ്ധമാണ്. ദേശവിരുദ്ധം എന്ന് പറയാൻ കാര്യം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായതുകൊണ്ടാണ് അത് ദേശവിരുദ്ധമാണെന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ബാങ്കിങ്, ഇൻഷുറൻസ്, പോസ്റ്റൽ, കോൾ മൈനിങ്, ഹൈവേ കൺസ്ട്രക്ഷൻ അടക്കമുള്ള മേഖലകൾ ഇന്ന് സ്തംഭിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഏതാണ്ട് കഴിഞ്ഞ തവണ നടത്തിയ പൊതുപണിമുടക്കിൽ മാത്രം ഏതാണ്ട് 25,000 കോടി രൂപയുടെ നഷ്ടമാണ് നമ്മുടെ രാജ്യത്ത് മൊത്തത്തിലുണ്ടായത് ഒരു ദിവസം പണി മുടങ്ങിയതിന് പേരിൽ. കഴിഞ്ഞ പൊതുപണിമുടക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ആണ്ട് നേർച്ച പോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടാണ്. 1991 മുതൽ 2022 വരെ 21 തവണയാണ് ദേശീയ പണിമുടക്ക് നടന്നത്. അതായത് 2010 മുമ്പ് നാഷണൽ ക്യാമ്പയിൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്യുന്നത്. അതായത് ഈ കമ്മിറ്റി എന്ന് പറയുന്നത് 1980 രൂപീകൃതമായത്. അവർ 1982 തന്നെ ആദ്യ പണിമുടക്ക് നടത്തി. അപ്പോൾ ആ പണിമുടക്ക് നടത്താനൊരു കാരണം ഉണ്ടായിരുന്നു. ഈ അവശ്യ സർവീസ് നിയമം ESMA അത് നടപ്പിലാക്കിയതിന് പ്രതിഷേധിച്ചാണ് 1982 ആദ്യ ദേശീയ പണിമുടക്ക് നടന്നത്. ആ അവശ്യ സർവീസ് നിയമപ്രകാരം പണിമുടക്ക്, അതായത് അവശ്യ സർവീസിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നവർ പണിമുടക്കിയാൽ അത് നിയമവിരുദ്ധ കുറ്റമായിട്ട് കണക്കാക്കും. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ അതിനെതിരെ 1982 ആദ്യ പണിമുടക്ക് നടന്നത്. പിന്നെ ഈ പറയുന്ന പിന്നീട് പണിമുടക്കുകൾ ആഹ്വാനം ചെയ്ത് സെൻട്രൽ ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പുതിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ വന്നു. ആ പ്രസ്ഥാനത്തിൽ അംഗമാകണമെങ്കിൽ ഈ ട്രേഡ് യൂണിയനുകളെല്ലാം കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ അംഗീകൃത ട്രേഡ് യൂണിയനുകളായിട്ട് വരണം. പക്ഷേ ഇതിൽ നിന്ന് ആണ് ഈ നേരത്തെ പറഞ്ഞ BMS കുറേ പേര് അടർത്തി എടുത്തുകൊണ്ട് പോയത്. ഇത് 1990 കാലയളവിലാണ് ഈ പണിമുടക്കുകൾ ഒരു പുതിയ ദിശയിലേക്ക് വന്നത്. കാര്യം സാമ്പത്തിക ഉദാരവൽക്കരണം വന്നു. അതിനുശേഷമാണ് ഈ സ്വകാര്യവൽക്കരണവും ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കലും ഹയർ ആൻഡ് ഫയർ സിസ്റ്റമൊക്കെ വന്നത്. അപ്പോൾ അതിനുശേഷം തൊഴിലാളികളുടെ, അതായത് ഈ പൊതുപണിമുടക്കുകൾ നടത്തിയതുകൊണ്ട് എന്ത് ഗുണമുണ്ടായെന്ന് ചോദിച്ചാൽ തൊഴിലാളി സംഘടനകൾ ഒരു ഏകരൂപം വന്നു. പല സംഘടനകളും ഇങ്ങനെ ചിഹ്നിച്ചെതിർന്ന് നിന്നത് എല്ലാം കൂടി യോജിച്ചു. ഈ പറയുന്ന തൊഴിലാളി സംഘടനകളിൽ അംഗത്വം എടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ഏതാണ്ട് അസംഘടിത മേഖലയിൽ 41% പേരും അസംഘടിത മേഖലയിൽ 58% പേരും ഈ പറയുന്ന തൊഴിലാളി യൂണിയനുകളുടെ അംഗങ്ങളായി. പക്ഷേ രസകരം എന്തെന്നാൽ 1971 ഈ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളായി ലോക്സഭയിൽ ഉണ്ടായിരുന്നത് 108 പേരെങ്കിൽ ഇന്ന് അത് 5 പേരായിട്ട് ചുരുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന തൊഴിലാളി സംഘടനകൾ ഇങ്ങനെ നിരന്തരം പണിമുടക്കുകൾ നടത്തിക്കൊണ്ടിരുന്നാലും ഇവരുടെ ആവശ്യങ്ങൾ കൃത്യമായി നിയമമാക്കാനോ അല്ലെങ്കിൽ സർക്കാരിന് മുമ്പിൽ എത്തിക്കാനുള്ള പ്രാതിനിധ്യം, രാഷ്ട്രീയ പ്രാതിനിധ്യം അവർക്ക് ഇല്ലാണ്ടാകുന്നു എന്നുള്ളതാണ്. തൊഴിലാളികൾ വല്ലാണ്ട് സംഘടിക്കുന്നു, തൊഴിലാളി സംഘടനകളിൽ അംഗത്വം നേടുന്നു, പക്ഷേ അവർക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് തലപ്പത്ത് ആളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആണ്ട് നേർച്ച പോലെ ഇങ്ങനെ തൊഴിലാളി സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അവരുടെ ഈ പറയുന്ന ആവശ്യങ്ങൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷമായി കേന്ദ്ര സർക്കാർ ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല. ഇത് എന്താ പറയുക, ഈ വർഷവും പണിമുടക്ക് നടക്കുന്നു, അടുത്ത വർഷം പണിമുടക്ക് നടക്കുന്നു. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. സാധാരണക്കാർ ബുദ്ധിമുട്ടുകയും ചെയ്യും.